സ്നേഹിതരെ, സദൃശവാക്യ പുസ്തകത്തിൻ്റെ തുടർച്ചയായ പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന നാം ഇന്ന് അല്പസമയം ഒരുമിച്ച് ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും സദൃശവാക്യങ്ങൾ 16-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. സദൃശവാക്യങ്ങൾ 16:4. യഹോവ സകലത്തെയും തൻ്റെ ഉദ്ദേശത്തിനായി ഉണ്ടാക്കിയിരിക്കുന്നു. അനർത്ഥ ദിവസത്തിനായി ദുഷ്ടനെ കൂടെയും. ജ്ഞാനി നമ്മോട് പറയുന്ന അനവധി സത്യങ്ങൾ ഈ ഒരു സദൃശവാക്യത്തിൽ നാം കാണുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം, ദൈവ സൃഷ്ടിക്കെല്ലാം ഒരു അർത്ഥമുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്, ഒരു ഉദ്ദേശമുണ്ട്. എൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം അത് ഏത് ഉദ്ദേശത്തിനായി ലോകത്തിലേക്ക് പുറപ്പെട്ടുവോ ആ ഉദ്ദേശത്തെ സാക്ഷാത്കരിക്കാതെ, സഫലമാക്കാതെ എൻ്റെ അടുക്കലേക്ക് വരികയില്ല എന്ന് പറയുന്ന ദൈവം, ആ യാഥാർത്ഥ്യം സകല സൃഷ്ടിക്കും ബാധകമായ ഒരു യാഥാർത്ഥ്യമാണെന്ന് ഓർമ്മിപ്പിക്കുന്ന ചിത്രമാണിത്. എല്ലാ സൃഷ്ടിക്കും ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യപ്രാപ്തിക്കായി ആ സൃഷ്ടി സ്വയം വിനയപ്പെടുമ്പോഴാണ്, സജ്ജമാകുമ്പോഴാണ്, വിധേയപ്പെടുമ്പോഴാണ് ദൈവ സൃഷ്ടിയുടെ പൂർണ്ണത ദൈവത്തിന് പ്രസാദകരമാകും വണ്ണം നടക്കുക. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടാകാം, പ്രയാസങ്ങളുണ്ടാകാം. ആ ഘട്ടങ്ങളിലൊക്കെയും എന്തുകൊണ്ട് എന്ന ചോദ്യവുമായി ദൈവമുഖത്തേക്ക് നോക്കിയ സന്ദർഭങ്ങളുണ്ടാകാം. കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ടാകാം, ശാരീരികമായ പ്രതിസന്ധികളുണ്ടാകാം. എന്നാൽ പൊന്നുരുക്കുന്ന അനുഭവം പൊന്നിനെ ശുദ്ധീകരിക്കുവാൻ എന്ന പോലെ ആ പ്രതിസന്ധിയുടെ അനുഭവങ്ങൾക്കു പിന്നിലും ദൈവത്തിൻ്റെ കരമുണ്ട് എന്ന അതിശക്തമായ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഞാൻ ഇവിടെ നമുക്ക് മുമ്പാകെ വരച്ചു കാട്ടുന്നത്. എൻ്റെ ദൈവം അറിയാതെ എനിക്കൊന്നും ഭവിക്കയില്ല എന്ന അതിശക്തമായ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഞാൻ ഈ നൽകുന്നത്. പ്രയാസങ്ങളുണ്ടാകാം, പ്രതിസന്ധികളുണ്ടാകാം, പരീക്ഷകളുണ്ടാകാം. പക്ഷെ അതെല്ലാം പാട്ടുകാരൻ പറയുന്നത് പോലെ നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്ന അനുഭവം, നന്മയ്ക്കായി എല്ലാം നൽകുന്ന അനുഭവം, ദൈവത്തിൻ്റെ വലിയ പദ്ധതികളെക്കുറിച്ച്, ദൈവത്തിൻ്റെ വലിയ ലക്ഷ്യത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ വലിയ ഉദ്ദേശത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ സ്വപ്നത്തെക്കുറിച്ചാണ് ഞാൻ ഈ തലമുറകളെ ഓർമ്മപ്പെടുത്തുന്നത്. ദൈവം സകലത്തെയും തൻ്റെ ഉദ്ദേശത്തിനായി ഉണ്ടാക്കിയിരിക്കുന്നു, സൃഷ്ടിച്ചിരിക്കുന്നു, മെനഞ്ഞെടുത്തിരിക്കുന്നു എന്ന ഓർമ്മപ്പെടുത്തൽ. അവിടെ ശ്രദ്ധേയമായ ഒരു വാക്കുകൂടിയുണ്ട്. സകലത്തെയും സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവ പദ്ധതിയുടെ ഭാഗമായാണ്. അത് സകലരും ഉൾപ്പെടുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായി ദൈവത്തിൻ്റെ സ്വന്തം സ്വരൂപത്തിലാണ് സകലരും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അവിടെ ഉന്നതനെന്നില്ല, താഴ്ന്നവനെന്നില്ല, ഉന്നത കുലമെന്നില്ല, താഴ്ന്ന കുലമെന്നില്ല. അവിടെ സ്വീകാര്യനെന്നില്ല, അസ്വീകാര്യനെന്നില്ല. അവിടെ പണ്ഡിതനെന്നില്ല, അവിടെ പാമരനെന്നില്ല. ദൈവസന്നിധിയിൽ സകലരും ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട അമൂല്യരാണ്. ഈ അമൂല്യതയാണ്, ഓരോ മനുഷ്യരിലുമുള്ള അമൂല്യതയുടെ തിരിച്ചറിവാണ് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ, ന്യായത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ, സമത്വത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ നമുക്ക്
പ്രേരണയും പ്രചോദനവും ആകേണ്ടത് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സൃഷ്ടി 6 ദിവസം കൊണ്ടുള്ള സൃഷ്ടിയുടെ മനോഹര ചരിതം ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുമ്പോൾ ഒരുപക്ഷെ ചിലരെങ്കിലും ആ സൃഷ്ടി കഥയിൽ ഉൾപ്പെട്ടിരിക്കുന്ന, സൃഷ്ടി സംഭവത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഓരോ യാഥാർത്ഥ്യങ്ങളെയും എടുത്തു നോക്കുമ്പോൾ ഇന്ന് നാം നമുക്ക് ചുറ്റും കാണുന്ന ഏകദേശം സകല സൃഷ്ടിയും അതിൽ ഉൾപ്പെട്ടിരിക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ സൃഷ്ടിയുടെ പാരസ്പര്യത, ആ സൃഷ്ടിയുടെ അന്യോന്യത വളരെ വളരെ പ്രസക്തമാണ്. ജീവനുള്ളതും ഇല്ലാത്തതും ഒരുമിച്ച് വാഴുന്ന ഒരു സൃഷ്ടി പ്രക്രിയ. പ്രകൃതിയും വായുവും സകല ചരാചരങ്ങളും ഒരുമിച്ച് വാഴുന്ന സൃഷ്ടി പ്രക്രിയ. അതുകൊണ്ട് തന്നെയാണ് ആ ദൈവ സൃഷ്ടിയുടെ മനോഹാരിതയിൽ ആശ്ചര്യപ്പെട്ടുകൊണ്ട് നാം നിൻഭൂമി നന്മകളാൽ സമൃദ്ധം, സകലവും ചേതോഹരം എന്ന് നാം പാടുന്നത്. പലപ്പോഴും നമ്മുടെ പാപപ്രവൃത്തികൾ, പാപപങ്കിലത ആ സൃഷ്ടിയുടെ ഭംഗിയെയും ആ സൃഷ്ടിയുടെ അന്യോന്യതയും ആ സൃഷ്ടിയുടെ ബന്ധങ്ങളെയും നശിപ്പിക്കുമ്പോഴും ഞാൻ അതിൻ്റെ ഭവിഷ്യത്തുകളെ ഓർമ്മപ്പെടുത്തുകയാണ്. അവരെ അനർത്ഥ ദിവസത്തിനായി ദുഷ്ടനെ ഒരുക്കുന്നത് കൂടെ ദൈവത്തിൻ്റെ ഈ പദ്ധതിയുടെ ഭാഗം തന്നെയാണ്. അല്ലെങ്കിൽ ദുഷ്ടത ചോദ്യം ചെയ്യപ്പെടാതെ പോകും. എന്തുമാകാം എന്ന അരാജകത്വമുണ്ടാകും. അവിടെ സൃഷ്ടിയുടെ സമഗ്രത അസാധ്യമായി തീരും. അവഗാഹമായി ഈ സദൃശവാക്യത്തെ നാം പഠിക്കുമ്പോൾ സകലത്തിൻ്റെ മേലുമുള്ള ദൈവത്തിൻ്റെ നിയന്ത്രണത്തെക്കുറിച്ച് അടിവരയിട്ട് പറയുകയാണ് ഞാൻ ഇവിടെ. പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ, അപ്രതീക്ഷിതമായ സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, കാറ്റും കോളും കൊണ്ട് ഉലയുന്ന അനുഭവങ്ങൾ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ എവിടെയാണ് ദൈവമെന്ന് അറിയാതെ ചോദിച്ചു പോകുന്ന നിമിഷങ്ങളുണ്ട്. ജീവിതത്തിൻ്റെ കടിഞ്ഞാൺ കരങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് കരുതുമ്പോൾ, സഹിക്കുവാനാകാത്ത വേദനയിൽ ആകുമ്പോൾ, പ്രതിസന്ധികളിലാകുമ്പോൾ, കണ്ണുനീർ കയങ്ങളിലാകുമ്പോൾ പലപ്പോഴും ദൈവിക നിയന്ത്രണത്തെക്കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക സ്വാഭാവികമാണ്. പക്ഷേ ഒരു പ്രതിസന്ധിയിലും നമ്മെ വിട്ടുകളയാത്ത ഒരു ദൈവമുണ്ട്. എല്ലാ പ്രതിസന്ധികളിലൂടെയും നമ്മെ കരം പിടിച്ചു നടത്തുന്നൊരു ദൈവമുണ്ട്, കരങ്ങളിൽ എടുത്തു നടത്തുന്നൊരു ദൈവമുണ്ട് എന്ന് നിരന്തരം നാം ഓർക്കണം എന്ന് ഞാൻ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. യഹോവ സകലത്തെയും ഒരു ഉദ്ദേശത്തോടുകൂടെ തൻ്റെ ഉദ്ദേശത്തിനായി മെനയുന്നു, സൃഷ്ടിക്കുന്നു, ഉണ്ടാക്കുന്നു എന്ന് നാം വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ് സകലത്തിന്മേലുമുള്ള ദൈവത്തിൻ്റെ നിയന്ത്രണത്തെക്കുറിച്ച് നാം ബോധ്യമുള്ളവരായി മാറുകയും ആ ബോധ്യം നമുക്ക് ആശ്വാസമായി മാറുകയും ചെയ്യുന്നത്. നീതിയുടെയും ന്യായവിധിയുടെയും ദൈവമാണ് ഈ ദൈവമെന്ന് 16-ാം അധ്യായത്തിൽ സദൃശവാക്യത്തിൽ വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സകലത്തിൻ്റെയും അധീശത്വം ദൈവത്തിനാണ് എന്ന് പറയുമ്പോഴും മനുഷ്യൻ്റെ സ്വതന്ത്രമായ തിരഞ്ഞെടുപ്പിനുള്ള അവകാശം ഹനിക്കപ്പെടുന്നില്ല. ധാർമ്മികമായ ഉത്തരവാദിത്വങ്ങൾ എടുക്കുവാനുള്ള അവകാശം, ധാർമ്മികവും നൈതികവുമായ സ്വാതന്ത്ര്യം മനുഷ്യനിൽ നിക്ഷിപ്തമാണ്. എന്നാൽ അവൻ്റെ ഓരോ തിരഞ്ഞെടുപ്പിനും പരിണിത ഫലങ്ങളുണ്ട്. ആ പരിണിത ഫലങ്ങൾ നാം ഓർക്കണം എന്ന് ഞാൻ രേഖപ്പെടുത്തുകയാണ്. നന്മയുടെ വഴിയും ദുഷ്ടതയുടെ വഴിയും നമ്മുടെ മുമ്പിൽ തുറന്നു കാട്ടുമ്പോൾ ദൈവഹിതം എന്തെന്ന്
ദൈവ സ്വപ്നം എന്തെന്ന്, ദൈവ പദ്ധതി എന്തെന്ന് വ്യക്തമാണ്. നന്മ തിരഞ്ഞെടുക്കുക, നീതി തിരഞ്ഞെടുക്കുക, ന്യായം തിരഞ്ഞെടുക്കുക. എന്നാൽ അന്ധകാരത്തിൻ്റെ സ്വാധീനത്തിന് വിധേയരായി സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി, സ്വാർത്ഥ നേട്ടങ്ങൾക്കായി, അത്യാർത്തിക്കായി, പാപത്തിൻ്റെ പരിണിത ഫലമായി നാം തിന്മയുടെ പന്ഥാവ് സ്വീകരിച്ചാൽ, അസത്യത്തിൻ്റെ പന്ഥാവ് സ്വീകരിച്ചാൽ അവിടെ പരിണിത ഫലമായി ന്യായവിധി നാൾ ഉണ്ടാകും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ദുഷ്ടന്റെ ജീവിതത്തിൽ കാത്തിരിക്കുന്ന അനർത്ഥ ദിവസത്തെക്കുറിച്ച്, രൂപാന്തരത്തിന്റെ അവസരങ്ങൾ തട്ടിത്തെറിപ്പിച്ച് ദുഷ്ടതയിൽ ഒരു വ്യക്തി തുടരുകയാണെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടാതെ പോവുകയില്ല എന്ന പിതാക്കന്മാരുടെയും മാതാക്കന്മാരുടെയും വ്യക്തമായ മനസ്സിലാക്കൽ ഞാൻ ഈ രേഖപ്പെടുത്തുകയാണ്. അനർത്ഥ ദിവസം അതുകൊണ്ട് തന്നെ ഭയപ്പെടുത്തുന്ന ഒരു സങ്കല്പമല്ല, മറിച്ച് ഓരോരുത്തരും ഒഴിവാക്കേണ്ടുന്ന ഒരു സന്ദർഭമാണ് എന്ന ഓർമ്മപ്പെടുത്തൽ. ഒഴിവാക്കാവുന്ന ഒരു യാഥാർത്ഥ്യമാണ് അനർത്ഥ ദിവസം. ദുഷ്ടതയുടെ വഴിവിട്ട് നാം സഞ്ചരിച്ചാൽ മാത്രം മതിയാകും. ദൈവത്തോട് ചേർന്ന് ദൈവത്തിൻ്റെ കരം പിടിച്ച് നാം സഞ്ചരിക്കുകയാണ് വേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മുൻനിശ്ചയ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് ഞാൻ രേഖപ്പെടുത്തുകയാണോ ഇവിടെ? സകലവും മുൻ നിർണയിക്കപ്പെട്ട പ്രകാരം വ്യാപരിക്കുകയാണോ? തലവരെയെന്നോ വിധിയെന്നോ നാം പ്രതിപാദിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണോ? പക്ഷേ ഇവിടെ യഥാർത്ഥമായി ധാർമ്മികമായ തിരഞ്ഞെടുപ്പുകൾക്കുള്ള ധാർമ്മിക ഉത്തരവാദിത്വങ്ങൾ, ധാർമ്മികതയുടെയും നൈതികതയുടെയും അടിസ്ഥാനത്തിലുള്ള ദൈവിക നടത്തിപ്പിനെ കുറിച്ച് അതിശക്തമായി നേരിടുമ്പോൾ വിധി എന്ന സങ്കല്പത്തിനപ്പുറത്ത് ദൈവത്തിൻ്റെ കരസ്പർശത്തിൻ്റെ ആഴമേറിയ, ദൈവസ്നേഹത്തിൻ്റെ ആഴമേറിയ അനുഭവങ്ങളെ കാണുവാൻ നമുക്കാകണം. അത് വിശ്വാസികൾക്ക് വളരെയധികം ശക്തി പകരുന്ന അനുഭവമാകണം. ദോഷങ്ങളാൽ എൻ്റെ ദൈവം എന്നെ പരീക്ഷിക്കുകയില്ല എന്ന് ഉറപ്പുള്ള വിശ്വാസി, തനിക്ക് ദൈവം അനുവദിക്കുന്ന യാഥാർത്ഥ്യങ്ങളെല്ലാം നന്മയ്ക്കായാണ് എന്ന് തിരിച്ചറിയുന്ന വിശ്വാസി, കഷ്ടങ്ങൾ പെരുകി വരുന്ന അനുഭവങ്ങളിൽ എനിക്ക് എൻ്റെ ദൈവം ആശ്വാസം അധികം തരും എന്നാണ് പാടുന്നത്. ആശ്വാസം എനിക്കധികമായി വേണ്ടപ്പോൾ, ദൈവ സാന്നിധ്യബോധം എനിക്കധികമായി വേണ്ടപ്പോൾ എന്നെ മാറോട് ചേർക്കുന്ന ദൈവം പ്രതിസന്ധിയുടെ മധ്യേ, അതുകൊണ്ടാണ് വിശ്വാസി ദൈവതിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത്, മാറരുതേ, മുഖം മറയ്ക്കരുതേ, തള്ളരുതെന്നെ തള്ളരുതേ എന്ന്. കാരണം മാറാത്ത ദൈവം, മുഖം മറയ്ക്കാത്ത ദൈവം, തള്ളാത്ത ദൈവം, ചേർത്തണയ്ക്കുന്ന ദൈവം പ്രതിസന്ധികളുടെ മധ്യേ കൂടെയുണ്ടെന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന യാഥാർത്ഥ്യങ്ങൾക്ക് പിന്നിൽ ദൈവ പദ്ധതി ഉണ്ടെന്നും ഓർമ്മപ്പെടുത്തുന്ന അനുഭവം. മനസ്സിനുള്ള മണവാളനായി കൂടെയുള്ള ദൈവം മനം തകർന്ന അനുഭവങ്ങളിൽ സൗഖ്യമേകുന്നവനാണ് എന്ന ഉറച്ച വിശ്വാസമാണ് നമ്മെ ദൈവസന്നിധിയിൽ പ്രതിസന്ധിയുടെ മധ്യയും പാടുവാൻ കഴിയുന്ന അനുഭവങ്ങൾ ഉള്ളവരായി തീർക്കുന്നത്. വിശ്വാസികൾക്ക് ശക്തി പകരുന്ന ഈ അനുഭവം അനീതിയുടെ അനുഭവങ്ങളിലൂടെ കടന്നു ചെല്ലുമ്പോൾ, അന്യായത്തിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നു ചെന്നപ്പോൾ, പ്രയാസങ്ങളുടെ അനുഭവത്തിലൂടെ കടന്നു ചെല്ലുമ്പോൾ ദൈവ നിയന്ത്രണത്തെക്കുറിച്ച്, ദൈവ നാളെയെക്കുറിച്ചുള്ള പ്രത്യാശ എങ്ങനെ പ്രതിഫലിക്കുന്നുവെന്നും നാം കാണേണ്ടതുണ്ട്. നെൽസൺ മണ്ടേല, അദ്ദേഹം തടവറകളായിരുന്നത് വർഷങ്ങളായിരുന്നു. വർണ്ണ വെറിക്കെതിരെ, വർണ്ണ വിവേചനത്തിനെതിരെ പോരാടേണ്ടത് ദൈവിക നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. സകല സൃഷ്ടിയെയും
ഒരുപോലെ സൃഷ്ടിച്ച ദൈവം, സകല മനുഷ്യരെയും ഒരുപോലെ സൃഷ്ടിച്ച ദൈവം ഒരാളെ വലിയവനായും ഒരാളെ ചെറിയവനായും സൃഷ്ടിച്ചില്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ടായിരുന്നു. സ്വാതന്ത്ര്യത്തിനു വേണ്ടി, നീതിക്കു വേണ്ടി, സമത്വത്തിനു വേണ്ടി പോരാടുവാൻ തീരുമാനിച്ച അദ്ദേഹം പക്ഷേ ജീവിതത്തിൽ നേരിട്ടത് വലിയ പ്രതിസന്ധികളായിരുന്നു. നീണ്ട കാരാഗ്രഹവാസത്തിൻ്റെ അനുഭവങ്ങളായിരുന്നു. പക്ഷേ അദ്ദേഹം അനീതി നേരിട്ടപ്പോഴും, അന്യായം നേരിട്ടപ്പോഴും, പ്രതിസന്ധികൾ നേരിട്ടപ്പോഴും അദ്ദേഹത്തിനൊരു കാര്യം ഉറപ്പായിരുന്നു: ജീവിതത്തിൻ്റെ നിയന്ത്രണം, ലോകത്തിൻ്റെ നിയന്ത്രണം, ഭാവിയുടെ നിയന്ത്രണം ദൈവകരങ്ങളിലാണ്. സകലവും സൃഷ്ടിച്ച ദൈവം ഇന്ന് സൃഷ്ടിയിൽ സംഭവിച്ചിരിക്കുന്ന ദുഷ്ടതയുടെ പരിണിതമായ ഈ അനീതി, ഈ സമത്വമില്ലായ്മ, അസമത്വം, അതിന് പരിഹാരമുണ്ടാക്കും, ന്യായവിധി ഉണ്ടാക്കും, നീതിയുടെയും സമത്വത്തിൻ്റെയും ഒരു നാളെ ഉണ്ടാകും എന്നുള്ള ഉറപ്പിൻ്റെ വേദശാസ്ത്രമാണ് ഇവിടെ നാം കാണുന്നത്. തൻ്റെ ജീവകാലത്ത് തന്നെ കുറേ വ്യത്യാസങ്ങൾ കാണുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. കറുത്തവർഗക്കാരുടെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടുന്ന മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ എനിക്കൊരു സ്വപ്നമുണ്ട് എന്ന് പറയുമ്പോൾ, ഒരുമിച്ച് കളിക്കുവാൻ സ്വാതന്ത്ര്യമില്ലാതെ, ഒരുമിച്ചിരിക്കുവാൻ സ്വാതന്ത്ര്യമില്ലാതെ വ്യത്യസ്ത ധ്രുവങ്ങളിൽ ജീവിച്ചിരുന്ന വെളുത്ത വർഗക്കാരും കറുത്ത വർഗക്കാരുമായ എൻ്റെ കുഞ്ഞുങ്ങൾ, അവർ ഒരുമിച്ച് വാഴുന്ന, സ്നേഹത്തിൽ വാഴുന്ന, ഐക്യത്തിൽ വാഴുന്നൊരു നാളെ ഉണ്ടാകും എന്ന ബോധ്യം ജാതീയതയ്ക്കും വർണ്ണവെറിക്കുമെതിരെ പോരാടിയ നമ്മുടെ എത്രയോ എത്രയോ പിതാക്കന്മാർ, അമ്മമാർ ജാതിയുടെ കരാളഹസ്തങ്ങളിൽ നിന്ന് വിടുവിക്കപ്പെട്ട് മനുഷ്യനെ മനുഷ്യനായി കണ്ട് സ്നേഹിച്ച് ആശ്ലേഷിക്കുന്ന ഒരു നാളെ ഉണ്ടാകണമെന്നുള്ളതാണ് ദൈവ പദ്ധതിയുടെ ഭാഗമെന്ന ഉറപ്പിൽ പ്രവർത്തിച്ച എത്രയോ അനുഭവങ്ങൾ. ആ അനുഭവങ്ങളാണ് ഇവിടെ ജ്ഞാനി മനോഹരമായി സംഗ്രഹിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സദൃശവാക്യം ആ യാഥാർത്ഥ്യത്തിലേക്ക് യഹോവ സകലത്തെയും തൻ്റെ ഉദ്ദേശത്തിനായി ഉണ്ടാക്കിയിരിക്കുന്നു, അനർത്ഥ ദിവസത്തിനായി ദുഷ്ടനെ കൂടെ എന്ന് പറയുമ്പോഴും അത് വിനയാന്വിതമായ ജീവിതത്തിലേക്ക് ഒരു ആഹ്വാനം കൂടെയാണ്. ദൈവത്തിൻ്റെ പദ്ധതികൾ നമുക്കൊരു പക്ഷേ കണ്ണിന് കാണുവാൻ കഴിയുന്നതിനപ്പുറമാകാം, കാതുകൾക്ക് കേൾക്കുവാൻ കഴിയുന്നതോ ചെറുതായ നമ്മുടെ മാനവ ബുദ്ധിക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്നതോ അതിനും അപ്പുറമാകാം. എന്നാൽ ആ പദ്ധതികളെ തിരിച്ചറിയുവാൻ നമുക്കാകുമ്പോഴാണ് ചിലപ്പോഴെങ്കിലും ജീവിതത്തിൽ തിരിഞ്ഞു നോക്കി അത്തരത്തിലൊരു വഴിത്തിരിവ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് എത്ര അനുഗ്രഹമായി എന്ന് സാക്ഷിക്കുന്നവരുണ്ട്. വഴിത്തിരിവുകളുടെ അർത്ഥവും പൊരുളും ഗ്രഹിക്കുവാനാകാതെ ഇന്നും ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ ആയിരിക്കുന്നവർക്ക് ആ വഴിത്തിരിവുകൾ ദൈവ നിയോഗങ്ങളായിരുന്നുവെങ്കിൽ ആ വഴിത്തിരിവുകൾക്ക് ദൈവ ഉദ്ദേശം കൂടിയുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടെ. താഴ്മയോടെ, വിശ്വാസത്തോടെ, വിനയത്തോടെ, വിശ്വസ്തയോടെ, ദൈവാശ്രയത്തോടെ നാം ആ വഴിത്തിരിവുകളെ സ്വീകരിക്കുകയാണെങ്കിൽ, ജീവിത യാഥാർത്ഥ്യങ്ങളെ തീരുമാനിക്കുകയാണെങ്കിൽ, സകലവും നിയന്ത്രിക്കുന്ന ദൈവം, വഴി നടത്തുന്ന ദൈവം വഴി നടത്തുക തന്നെ ചെയ്യും. ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങൾ തിരിച്ചറിയുവാൻ കഴിയും. പ്രയാസങ്ങളുടെ മധ്യേ, പ്രതിസന്ധികളുടെ മധ്യേ ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങൾ നാം തിരിച്ചറിയുമ്പോഴാണ് എന്തതിശയമേ, ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ എന്ന് നാം തിരിച്ചറിയുന്നത്. അത് ചിന്തയിലടങ്ങാ സിന്ധു സമാനമായി സാദരം കാണുന്നു ഞാൻ എന്ന് നാം പാടിപ്പോകുന്നത്. സദൃശവാക്യങ്ങൾ 16-ാം അധ്യായം മനുഷ്യ പദ്ധതികൾക്കപ്പുറമുള്ള ദൈവ ഉദ്ദേശങ്ങളെക്കുറിച്ച്, അതിനിടയിലുള്ള മനുഷ്യ തിരഞ്ഞെടുപ്പുകളുടെ ഭവിഷ്യത്തുകളെക്കുറിച്ച് നിരന്തരം നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ, ഒരു വശത്ത് എൻ്റെ സ്വപ്നങ്ങൾ, ഒരു വശത്ത് എന്നെക്കുറിച്ചുള്ള ദൈവ സ്വപ്നങ്ങൾ, ഒരു പക്ഷത്ത് എൻ്റെ പ്രതീക്ഷകൾ, മറുവശത്ത് എന്നെക്കുറിച്ചുള്ള ദൈവ പ്രതീക്ഷകൾ. ഇത് രണ്ടും പരസ്പര വിരുദ്ധങ്ങളാകണമെന്നില്ല. ഇത് രണ്ടും
ഒരുമിച്ച് ചേർന്ന് പോകുവാൻ കഴിയുന്ന യാഥാർത്ഥ്യങ്ങളാണ് എന്ന് ഞാൻ ഈ ഓർമ്മപ്പെടുത്തുകയാണ്. ധാർമ്മിക ഉത്തരവാദിത്വത്തിന് ഭവിഷ്യത്തുകളുണ്ട്. മനുഷ്യ പ്രവൃത്തികളുടെ ഉത്തരവാദിത്വം മനുഷ്യൻ ഏറ്റെടുക്കുകയും അവൻ്റെ സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ ദുഷ്ടത ന്യായവിധി ദിവസത്തിൽ ചോദ്യം ചെയ്യപ്പെടുമെന്നും ന്യായവിധി ദിവസത്തിൽ ജീവിതത്തിന് നാം കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്നുമുള്ള അടിസ്ഥാനപരമായ ഓർമ്മപ്പെടുത്തൽ കൂടി ഇവിടെ നാം കാണുകയാണ്. ദൈവ ഉദ്ദേശങ്ങളുടെ മകുടമായ ഉദാഹരണമാണ് കാൽവരി കുരിശിൽ നാം കാണുന്നത്. ഒരുപക്ഷെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിലേക്ക് നാം നോക്കുമ്പോൾ സ്വർഗത്തിലെ സകല മഹിമയും വെടിഞ്ഞ് സ്വയശൂന്യവൽക്കരണത്തിൻ്റെ പ്രതീകമായി കാൽവരിയിലെ യാഥാർത്ഥ്യത്തിലേക്കുള്ള നിഴലുമായി സാധാരണമായൊരു ചെറുനഗരിയിലെ പുൽത്തൊട്ടിയിലെ ആ വന്ന് ഇറങ്ങൽ മറിയയുടെ ജീവിതത്തിൽ ദൈവ പദ്ധതികൾ ആ ജീവിത ഗതിയെ തന്നെ മാറ്റിമറിക്കുന്ന ഇടപെടൽ. നിന്റെ ആത്മാവിൽ കൂടി ഒരു വാൾ പോകും എന്ന് പറയുമ്പോഴും സ്വന്തം കൺമുന്നിൽ സ്വന്തം പുത്രൻ വേദന അനുഭവിക്കുന്ന ആ ചിത്രം, ക്രൂരമായി ക്രൂശിതനാകുന്നൊരു ചിത്രം, പലയിടങ്ങളിലും നോത്രദാമെ എന്ന് നാം വിളിക്കുന്ന മറിയയുടെ ദേവാലയങ്ങളിൽ സ്വന്തം മകൻ്റെ ശരീരം വഹിച്ച് നിരാശയോടെ വേദനയോടെ ഇരിക്കുന്നൊരു മറിയയുടെ ചിത്രം നാം കാണുന്നു. ഈ വേദനയെല്ലാം, ഈ പ്രയാസമെല്ലാം, ഈ കണ്ണുനീരെല്ലാം, യേശുവിൻ്റെ ആ കഷ്ടതയെല്ലാം സകല സൃഷ്ടിയുടെയും രക്ഷയ്ക്കായാണ് എന്ന് തിരിച്ചറിയുമ്പോൾ, വലുതായൊരു ദൈവിക പദ്ധതിയുടെ ഭാഗമാണ് എന്ന് തിരിച്ചറിയുമ്പോൾ, ജനിക്കുവാനിരുന്ന തലമുറകൾക്ക് വേണ്ടി കൂടി ഉള്ളതാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് ഈ സദൃശവാക്യത്തിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് ഇതിലും അഗാധമായി നാം ഇറങ്ങിച്ചെല്ലുക. തങ്ങളുടെ ജീവിതത്തിൽ തങ്ങളെടുക്കുന്ന തിരഞ്ഞെടുപ്പുകൾ വേദനയുള്ളതാണ് എന്നറിയാമായിരുന്നിട്ടും അത്തരത്തിലുള്ള തിരഞ്ഞെടുപ്പുകൾ തിരഞ്ഞെടുത്ത എത്രയോ പേർ കാൽവരി കുരിശിലും പുനരുത്ഥാനത്തിലും ശക്തി കണ്ടവരാണ് എന്ന് നാം തിരിച്ചറിയണം. ദൈവത്തിൻ്റെ പദ്ധതികളുമായി നമ്മുടെ പദ്ധതികൾ അലിഞ്ഞു ചേരുന്ന ഒരു യാഥാർത്ഥ്യത്തിലേക്കുള്ള ക്ഷണം കൂടെയാണ് ഈ സദൃശവാക്യത്തിൽ നാം കാണുന്നത്. ജീവിതത്തിൽ പ്രതിസന്ധിയുടെ അനുഭവത്തിലൂടെ നാം കടന്നു പോയിട്ടുണ്ടോ? തിരിഞ്ഞു നോക്കുമ്പോൾ ആ പ്രതിസന്ധികൾ നന്മയ്ക്കായി കൂടി വ്യാപരിച്ച അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ സാക്ഷ്യമാണ്. പ്രയാസങ്ങൾ ദൈവ പദ്ധതിയുടെ ഭാഗമായി വന്നണഞ്ഞതാണ് എന്ന് നാം തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? കുഞ്ഞുങ്ങളെ കടൽ തീരങ്ങളിൽ കളിക്കുവാൻ വിട്ട് ദൂരത്തു മാറി കണ്ടാസ്വദിക്കുന്ന മാതാപിതാക്കളെ നാം ശ്രദ്ധിച്ചിട്ടുണ്ട്. മണലുകൾ കൊണ്ട് കൊട്ടാരം പണിയുന്ന മക്കൾ, ഈ കൊട്ടാരം പണിത് പകുതിയാകുമ്പോൾ എല്ലാം കൂടി ഉടഞ്ഞു വീഴുമ്പോൾ നിരാശരാകാതെ വീണ്ടും പണിയുന്ന മക്കൾ, അവിടെ ആകെ ഒരു മണൽക്കൂന സൃഷ്ടിച്ച് അതിൽ തിമിർക്കുമ്പോഴും ആ സൃഷ്ടിയിലും ഉടയലിലും തങ്ങളുടെ മക്കൾ ജീവിതം പഠിക്കുകയാണെന്നും ജീവിതം മെനയുവാൻ പഠിക്കുകയാണെന്നും നിർമ്മിക്കുവാൻ പഠിക്കുകയാണെന്നും സൃഷ്ടിയുടെ പങ്കാളികളായിത്തീരുവാൻ പഠിക്കുകയാണെന്നും തിരിച്ചറിയുന്നൊരു ആശ്വാസം മാതാപിതാക്കൾക്കുള്ളതുപോലെ ഉടയലിൻ്റെ അനുഭവങ്ങളിലും മെനയൽ പഠിക്കുന്ന മനുഷ്യൻ്റെ അനുഭവങ്ങളെ ദൂരത്തിരുന്ന് നോക്കിക്കാണുന്നൊരു ദൈവം സകല സൃഷ്ടിയെയും ആ സൃഷ്ടിയിൽ സംഭവിക്കുന്ന സകലത്തെയും ഉണ്ടാക്കിയവനാണ് എന്ന ഓർമ്മപ്പെടുത്തലാണ് ഞാൻ ഇവിടെ നമുക്ക് പകർന്നു നൽകുന്നത്. നമ്മുടെ
ദൈനംദിനമുള്ള പ്രാർത്ഥനകൾ അതുകൊണ്ട് തന്നെ എപ്രകാരമായിരിക്കണം? ദൈവമേ, ഈ പുതിയ ദിവസത്തിൽ, പുതിയ മാസത്തിൽ ഞാൻ പ്രവേശിക്കുമ്പോൾ, പുതിയൊരാഴ്ചയിലേക്ക്, പുതിയൊരു ഉദ്യമത്തിലേക്ക് ഞാൻ പ്രവേശിക്കുമ്പോൾ, എൻ്റെ സ്വപ്നങ്ങളല്ല, നിന്റെ സ്വപ്നങ്ങൾ. കർത്താവായ യേശുക്രിസ്തു പ്രാർത്ഥിച്ചതുപോലെ എനിക്ക് എൻ്റെതായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ടായെങ്കിലും എൻ്റെ ഹിതമല്ല, നിന്റെ ഹിതം തന്നെ നടക്കട്ടെ എന്ന് പറയുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. നമ്മുടെ പ്രാർത്ഥനകൾ മാത്രമല്ല, നമ്മുടെ പ്രവൃത്തികൾ ഓരോന്നും ദൈവികമായ ഈ പദ്ധതികളോട് ചേർത്ത് വയ്ക്കുമ്പോഴാണ് ജീവിതം അർത്ഥവത്താകുന്നത്. അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വങ്ങളെക്കുറിച്ചും ദൈവിക ഉദ്ദേശങ്ങളെക്കുറിച്ചും, സൃഷ്ടിയുടെ ഉത്തരവാദിത്വവും ദൈവത്തിൻ്റെ ഉദ്ദേശവും ഈ സദൃശവാക്യത്തിൻ്റെ പൊരുളാണ്. അതിശക്തമായൊരു വേദശാസ്ത്ര യാഥാർത്ഥ്യം കൂടെ ഈ സദൃശവാക്യം വ്യക്തമാക്കുന്നു. ദുഷ്ടത മുൻനിർണയപ്രകാരമുള്ളതല്ല. ദുഷ്ടത മനുഷ്യൻ്റെ വ്യക്തിഗതമായ തീരുമാനമാണ്. പരീക്ഷ വരും, എന്നാൽ പാട്ടുകാരൻ പാടിയതുപോലെ പരീക്ഷ വരും എന്നാലും നീക്കുപോക്കും നൽകുന്ന ഒരു ദൈവമുണ്ട്. ആ നാഥനാണ് എൻ്റെ നല്ലിടയൻ എന്ന ബോധ്യത്തോടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ നമുക്കാകുമ്പോഴാണ് നമ്മുടെ ജീവിതം അർത്ഥവത്താകുന്നത്. അതുകൊണ്ട് തന്നെ സകലത്തെയും സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട് എന്ന ബോധ്യം, സകലരെയും സൃഷ്ടിച്ചത് ആ ദൈവമാണ് എന്ന ബോധ്യം, സർവസൃഷ്ടിയും ദൈവം ഒരു ഉദ്ദേശത്തോടെയാണ് സൃഷ്ടിച്ചത് എന്ന ബോധ്യം, ആ മെലയനു പിന്നിൽ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട് എന്ന ബോധ്യം, നന്മയും ദുഷ്ടതയും സ്വീകരിക്കുവാനുള്ള സ്വാതന്ത്ര്യം ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം, ആ സ്വീകരണത്തിൽ ദുഷ്ടതയാണ് നാം തീരുമാനിക്കുന്നതെങ്കിൽ അതിന് അനർത്ഥം നിറഞ്ഞൊരു പരിസമാപ്തിയുണ്ട് എന്ന ഓർമ്മപ്പെടുത്തൽ, അതിനർത്ഥം ദുഷ്ടനെയും ദൈവം ചേർത്ത് പിടിക്കില്ല എന്നല്ല എന്ന ഓർമ്മപ്പെടുത്തൽ, ദുഷ്ടതയെ വെറുക്കുന്ന ദൈവം, ദുഷ്ടനെ സ്നേഹിക്കുന്നൊരു ദൈവം, ദുഷ്ടന്റെ മാനസാന്തരവും തിരിച്ചുവരവും ആഗ്രഹിക്കുന്നൊരു ദൈവമാണ് എന്ന ഓർമ്മപ്പെടുത്തൽ. ആ യാഥാർത്ഥ്യത്തിൽ ദൈവത്തിൻ്റെ ഹിതവുമായി നമ്മുടെ സ്വപ്നങ്ങൾ ചേർത്തറിയണമെങ്കിൽ ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ വിനയപ്പെടുവാൻ, കുരിശിന്റെ ആഴവും അർത്ഥവും ഗ്രഹിച്ച് രക്ഷ സ്വീകരിച്ച് നാം കർത്താവിൻ്റെ മക്കളായി തീരണമെന്നുള്ള മുൻ അറിയിപ്പ് കൂടിയാണ് ഈ സദൃശവാക്യം. സദൃശവാക്യങ്ങൾ 16 അധ്യായം അതിൻ്റെ 4 വാക്യം. യഹോവ സകലത്തെയും തൻ്റെ ഉദ്ദേശത്തിനായി ഉണ്ടാക്കിയിരിക്കുന്നു, അനർത്ഥ ദിവസത്തിനായി ദുഷ്ടനെയും കൂടെ. ഈ സദൃശവാക്യത്തിൻ്റെ അവഗാഹമായ പൊരുൾ ഗ്രഹിപ്പാൻ ജ്ഞാനത്തിൻ്റെ ആത്മാവ് എന്നെയും നിങ്ങളെയും ശക്തീകരിക്കട്ടെ. ആമേൻ.